ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ആയിരുന്ന സാമൂതിരിയോട് അഭ്യർത്ഥിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കെ. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റ് നേതാക്കൾ പി. കൃഷ്ണപിള്ള, എ. കെ. ഗോപാലൻ. ഇന്ത്യയിലെ അസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ ഡോ. ബി. ആർ. അംബേദ്കർ. വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിയാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് അംബേദ്കർ. അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്രവിഭാഗങ്ങളായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജി. പൂനാ സന്ധി നടന്ന വർഷം 1932. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ച സന്ധി അറിയപ്പെടുന്നത് പൂനാ സന്ധി.